നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ. കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ എന്താണ് ഗാൽവനിക് സെൽ എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങളിലേക്ക്, റിയാക്ഷൻസിലേക്കാണ് നമ്മൾ പോണത്. വളരെ ശ്രദ്ധയോടെ ഇരിക്കാം, നമുക്ക് ആ കാര്യങ്ങളിലേക്ക് വരാം. നമ്മൾ ഇന്നിവിടെ പ്രധാനപ്പെട്ട 3 റിയാക്ഷനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ പേരാണ് ഓക്സിഡേഷൻ. ഒന്നാമത്തെ വിളിക്കുന്നു ഓക്സിഡേഷൻ, അഥവാ ഇതിന്റെ മലയാളമാണ് ഓക്സീകരണം. ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം. എന്നാൽ രണ്ടാമത്തെ നമുക്ക് പഠിക്കാം റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. ഒന്നാമത്തത് ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം, രണ്ടാമത്തെ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം, മൂന്നാമത്തത് റിഡോക്സ് റിയാക്ഷൻ. ഇത് മലയാളത്തിൽ ഇംഗ്ലീഷ് അങ്ങനെ തന്നെ നിങ്ങൾ ഓർത്താൽ മതി, റിഡോക്സ് റിയാക്ഷൻ. അപ്പോ 3 പ്രവർത്തനങ്ങൾ നോക്കാം: ഓക്സിഡേഷൻ, റിഡക്ഷൻ, റിഡോക്സ് റിയാക്ഷൻ. ഓക്സീകരണം, നിരോക്സീകരണം, റിഡോക്സ് പ്രവർത്തനം. ഇത് ഗാൽവനിക് സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ കണ്ടുവല്ലോ, ഒരു ഗാൽവനിക് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഹാഫ് സെല്ലിൽ കാണപ്പെടുന്ന കാര്യങ്ങൾ: ഒന്ന്, അതിന്റെ ഇലക്ട്രോഡ്. ഇതുപോലെ തന്നെ മറ്റൊരു ഇലക്ട്രോഡ് നിങ്ങൾ ഇവിടെ കണ്ടു. ഈ 2 ഇലക്ട്രോഡുകളെ കണ്ടു. ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബാറ്ററിക്കകത്ത് ഒക്കെയുള്ള 2 ഇലക്ട്രോഡുകളെ, അത് ഒരു ഇലക്ട്രോളിസിസ് ആവട്ടെ, ഏത് റിയാക്ഷൻ ആവട്ടെ, അവിടെ നടക്കുന്ന പ്രവർത്തനത്തിൽ 2 ഇലക്ട്രോഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ 2 ഇലക്ട്രോഡുകൾ? ഇലക്ട്രോഡ്സ് ആർ ദ ടെർമിനൽസ് വിച്ച് ഹെൽപ്സ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് കടന്നു പോകാൻ, ഇലക്ട്രിക് കറണ്ട് കടന്നു പോകാൻ സഹായിക്കുന്ന 2 ടെർമിനലുകൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡുകൾ. There are 2 types of electrode. One is positive and other is negative. ഇതിൽ ഒന്നിനെ നമ്മൾ വിളിക്കുന്നു കാഥോഡ്, രണ്ടാമത്തെ വിളിക്കുന്നു ആനോഡ്. മറന്നു പോരുത്, 2 ഇലക്ട്രോഡുകളുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. ഇവിടെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ഭാഗമുണ്ട്. ഇലക്ട്രോളിറ്റിക്കൽ സെല്ലിൽ വേറൊന്നും, ഗാൽവാനിക് സെല്ലിൽ വേറൊന്നുമാണ്. അതുകൊണ്ട് ഇപ്പോൾ അതിൽ നമുക്ക് തൽക്കാലം ഇവിടുത്തെ കാര്യം ഓർത്തുകൊണ്ട് പറയാം. ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലും കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനലുമാണ്. ഇതിന്റെ കേസിൽ മാത്രം. ഇത് ചില സംശയങ്ങൾ വരുന്ന ഭാഗമാണ്, പിന്നീട് ഇത് ക്ലിയർ ചെയ്യാം. അപ്പൊ നമുക്ക് പഠിക്കാം ആനോഡും കാഥോഡും. അതിൽ ചാർജ് അവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ കൂടുതൽ നമുക്ക് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട മറ്റൊരു ഭാഗമുണ്ട്, അതിലേക്ക് വരാം. 2 terminals are called electrodes in a cell. In a battery. ഒരു ബാറ്ററിക്കകത്ത് കാണുന്ന, ഒരു സെല്ലിനകത്ത് കാണുന്ന 2 ടെർമിനലുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും. ആ 2 ഇലക്ട്രോഡുകളെ ചേർത്ത് ഇലക്ട്രോഡുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുന്ന പേരാണ് കാഥോഡ് ആൻഡ് ആനോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് കൊണ്ടുവരാം. ഇവിടെ കണ്ടോ ഓക്സിഡേഷൻ. വാട്ട് ഈസ് ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലോസിംഗ് ഇലക്ട്രോൺ. ഇലക്ട്രോണുകളെ നഷ്ടമാക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ഓക്സിഡേഷൻ. മറന്നു പോരുന്ന ചെറിയ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുക, ലോസിംഗ് ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക, നഷ്ടപ്പെടുത്തുക. ആ റിയാക്ഷന്റെ പേരാണ് ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം. Then what is reduction? Reduction is the process of getting electron. ഇലക്ട്രോണുകളെ റിസീവ് ചെയ്യുക, ഇലക്ട്രോണുകളെ സ്വീകരിക്കുക. അങ്ങനെ നടക്കുന്ന റിയാക്ഷന്റെ പേരാണ് റിഡക്ഷൻ. അപ്പൊ 2 പ്രോസസ്സ് മറന്നു പോരുത്. ഇലക്ട്രോണെ കൊടുക്കുന്ന പ്രവർത്തനം ഓക്സിഡേഷനും ഇലക്ട്രോണെ വാങ്ങിക്കുന്ന പ്രവർത്തനം റിഡക്ഷനും. ഇനി നമുക്ക് പഠിക്കാം എന്താണ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്: ദ ഓക്സിഡേഷൻ പ്രോസസ് ആൻഡ് ദ റിഡക്ഷൻ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. അതായത് ഓക്സീകരണ പ്രവർത്തനവും നിരോക്സീകരണ പ്രവർത്തനവും ഒരുമിച്ച് നടക്കുന്ന പ്രവർത്തനത്തിന്റെ പേരാണ് റിഡോക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരല്പം മുമ്പ് നമ്മൾ ഗാൽവനിക് സെല്ലിനെ കുറിച്ച് പറഞ്ഞു. ഗാൽവനിക് സെല്ല് നടക്കുന്നത് ഒരു റിഡോക്സ് പ്രവർത്തനം തന്നെയാണ്, അല്ലേ? ഇതിനകത്ത് 2 ഇലക്ട്രോഡുകൾ, നമ്മൾ അതിലേക്കാണ് പഠിച്ചു വരുന്നത്. ആ 2 ഇലക്ട്രോഡിൽ ഒന്നിന് ഓക്സിഡേഷൻ നടക്കും, ഒന്നിന് റിഡക്ഷൻ നടക്കും. ഇങ്ങനെ ഒരുമിച്ച് ഓക്സിഡേഷൻ റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട് ഒരു സെല്ലിൽ എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ നമ്മൾ പഠിച്ചു ഇലക്ട്രോണെ കൊടുക്കുന്ന പ്രോസസ്, ദ പ്രോസസ് ഓഫ് ലോസിംഗ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓക്സിഡേഷൻ ആൻഡ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ഇലക്ട്രോൺ ഈസ് കോൾഡ് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. ഓക്സീകരണം നിരോക്സീകരണം ഒരുമിച്ച് സംഭവിച്ചാൽ അതിനെ വിളിക്കുന്ന പേര് റിഡോക്സ് പ്രവർത്തനം. മറക്കരുത്, ഇലക്ട്രോണെ കൊടുക്കുന്ന പ്രവർത്തനം ഓക്സീകരണം, ഇലക്ട്രോണെ വാങ്ങിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണം. ഓക്സീകരണം നിരോക്സീകരണം ഒരുമിച്ച് നടന്നാൽ അതിനെ വിളിക്കുന്ന പേര് റിഡോക്സ് പ്രവർത്തനം. എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? പഠിക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു
ഇതിനെ വോൾട്ട് മീറ്ററുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഇങ്ങനെയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ ഏത് ഇലക്ട്രോഡിൽ നടക്കുന്നു, റിഡക്ഷൻ ഏത് ഇലക്ട്രോഡിൽ നടക്കുന്നു ഒന്ന് പഠിക്കണം, നന്നായിട്ട് മനസ്സിലാക്കണം. നമുക്ക് ഓർക്കാം, ദ ഇലക്ട്രോഡ് അറ്റ് വിച്ച് takes place oxidation is called anode. ആനോഡ് എന്ന് പറയുന്ന ഇലക്ട്രോഡിൽ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണമാണ്. അഥവാ ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് ആനോഡ് എന്ന് വിളിക്കുന്നത്. മറന്നുപോകരുത്, ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് ആനോഡ്. അങ്ങനെയാണെങ്കിൽ ദ ഇലക്ട്രോഡ് അറ്റ് വിച്ച് ദ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡിന്റെ പേരാണ് കാഥോഡ് എന്ന് വിളിക്കുന്നത്. അഥവാ കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം അഥവാ റിഡക്ഷൻ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്, ചിന്തിക്കട്ടെ. നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇതിനെ ഡിഫൈൻ ചെയ്യാം. ഏതിലാണോ ഓക്സീകരണം നടക്കുന്നത് അതാണ് ആനോഡ്, ഏതിലാണോ നിരോക്സീകരണം നടക്കുന്നത് അതാണ് കാഥോഡ്. തിരിച്ചു പറയാം, ആനോഡിൽ ഓക്സീകരണവും കാഥോഡിൽ നിരോക്സീകരണവും നടക്കുന്നു. ദ ഓക്സിഡേഷൻ പ്രോസസ് ഒക്കേഴ്സ് ഇൻ ആനോഡ് ആൻഡ് ദ റിഡക്ഷൻ പ്രോസസ് ഒക്കേഴ്സ് ഇൻ കാഥോഡ്. മനസ്സിലായി? എന്ന് ചിന്തിക്കട്ടെ. ഓക്സീകരണം ആനോഡിലും നിരോക്സീകരണം കാഥോഡിലും, ഓക്സീകരണം ആനോഡിലും നിരോക്സീകരണം കാഥോഡിലും. അപ്പൊ ഇത് ശരിക്കറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം കൂടെ ഇവിടെ പഠിച്ചു വെക്കണം. ഇതിന്റെ മൂന്നിന്റെ സ്പെസിഫിക്കേഷൻ ഓർക്കാൻ അത് എളുപ്പമാണ്. എന്നിട്ട് നമുക്ക് ഈ സെല്ലുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യണം. അതായത് ഇലക്ട്രോൺ ഫ്ലോയിങ് ഡയറക്ഷൻ. ഇലക്ട്രോൺ ഫ്ലോയിങ് ഡയറക്ഷൻ എപ്പോഴും ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും. പിൽക്കാലത്തിന്റെ കണ്ടെത്തലുകളിൽ മാറ്റങ്ങൾ വന്നെങ്കിലും മുൻപ് ഉണ്ടായ ആ പഠിച്ചു വെച്ച തിയറികൾക്ക് മാറ്റം വരാതിരിക്കാൻ ആ ധാരണയിൽ തന്നെ ഇപ്പോഴും ശാസ്ത്രം മുന്നോട്ട് പോവുകയാണ്. അതായത് പിന്നീട് പല തിയറികളിൽ അത് വ്യത്യാസം വരുത്തേണ്ടതായിട്ട് വന്നതുകൊണ്ട് ആ ഒരു സങ്കല്പം നമ്മുടെ ആ ഒരു അസ്യൂം ചെയ്തിരിക്കുന്ന കാര്യം അങ്ങനെ തന്നെ നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇലക്ട്രോൺ ഫ്ലോയിങ് ഡയറക്ഷന് വിപരീതമാണ് വൈദ്യുത പ്രവാഹ ദിശ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് ഇലക്ട്രോൺ ഫ്ലോയിങ് ഡയറക്ഷൻ എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഇപ്പോഴും സയൻസ് മുന്നോട്ട് പോകുന്നത്. അത് തന്നെ നമ്മൾ ഈ ചാപ്റ്റർ അങ്ങനെ തന്നെ പഠിക്കാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഇലക്ട്രോൺ ഫ്ലോയിങ് ഡയറക്ഷൻ ഇസ് സ്റ്റാർട്ടിംഗ് ഫ്രം ആനോഡ് ടു കാഥോഡ്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതിന്റെ ഒരു സമ്മറി, ഇതിന്റെ സമ്മറൈസേഷൻ ഇതാണ്. നമുക്ക് ആനോഡിനെയും കാഥോഡിനെയും ഒന്ന് സ്പെസിഫൈ ചെയ്തൂടെ? ഇത് ഓർത്ത് വെച്ചാൽ അടുത്തുള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് എളുപ്പമാണ്. എങ്ങനെ? ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഒരു ഗാൽവാനിക് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലും കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനലുമാണ്. രണ്ടാമത്തെ കാര്യം, ഇൻ ആനോഡ് ടേക്കിംഗ് പ്ലേസ് ഓക്സിഡേഷൻ, ഓക്സീകരണ പ്രവർത്തനമാണ് ആനോഡിൽ. പക്ഷേ റിഡക്ഷൻ അഥവാ നിരോക്സീകരണ പ്രവർത്തനമാണ് എവിടെ നടക്കുന്നത്? കാഥോഡിൽ. മൂന്നാമത്തത് നമ്മൾ പഠിച്ചു, ഇലക്ട്രോൺ ഫ്ലോയിങ് ഡയറക്ഷൻ എപ്പോഴും ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും. എന്നാൽ ഒരല്പം കൂടെ കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം നമുക്ക് വേണ്ടതുള്ളതുകൊണ്ട് അതിപ്പോ തന്നെ ഇവിടെ പഠിക്കാം. ഇതിൽ ഉപയോഗിക്കുന്ന രണ്ട് ഇലക്ട്രോഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് രണ്ട് മെറ്റൽസ് ആണ്, നിങ്ങൾക്കറിയാം. ഈ മെറ്റലിന്റെ ഇലക്ട്രോ പോസിറ്റിവിറ്റിയിൽ, അതിന്റെ ക്രിയാശീലത്തിലും റിയാക്ടിവിറ്റിയിലും ഒക്കെ അതിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻ വിച്ച് ഇലക്ട്രോഡ് ഹാസ് ഹൈ റിയാക്ടിവിറ്റി, ദാറ്റ് ഈസ് ആനോഡ്. ഇതിലേത് ഇലക്ട്രോഡിനാണോ ഹൈ ക്രിയാശീലത അഥവാ റിയാക്ടിവിറ്റി ഉള്ളത് അതിനെ നമ്മൾ ആനോഡായിട്ട് പറയുന്നു, പരിഗണിക്കുന്നു. അതേസമയത്ത് റിയാക്ടിവിറ്റി കുറവായിരിക്കാണോ, ക്രിയാശീലം കുറവായിരിക്കാണോ, അതിനെ നമ്മൾ കാഥോഡായിട്ട് പരിഗണിക്കുന്നു. ദ ഇലക്ട്രോഡ് ഹാവിംഗ് ഹൈ റിയാക്ടിവിറ്റി, ദ മെറ്റൽ ഹാവ് ഹൈ റിയാക്ടിവിറ്റി, ദാറ്റ് ഈസ് ആനോഡ്. ദ മെറ്റൽ ഹാവിംഗ് ലോ റിയാക്ടിവിറ്റി, ഏത് ലോഹത്തിനാണോ കുറഞ്ഞ ക്രിയാശീലം, ദാറ്റ് ഈസ് കാഥോഡ്. അപ്പൊ ഓർത്ത് വെക്കേണ്ട ഇത്രയും സ്പെസിഫിക്കേഷൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇനി വരുന്ന ഭാഗങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും. നോക്കിയേ, ആനോഡിന്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു. ഇറ്റ് ഇസ് എ നെഗറ്റീവ് ടെർമിനൽ
ഓക്സിഡേഷൻ ഒക്കേഴ്സ്, അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. The electron flowing direction starting from anode, then its reactivity is higher than cathode. അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം. നെഗറ്റീവ് ടെർമിനലാണ് ആനോഡ്. ആനോഡിൽ ഓക്സീകരണം നടക്കുന്നു. ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഫ്ലോയിങ് ഡയറക്ഷൻ ആരംഭിക്കുന്നു. ഇതിന്റെ റിയാക്ടിവിറ്റി അഥവാ ക്രിയാശീലം കൂടുതലായിരിക്കും. അപ്പോൾ കാഥോഡിൻ്റെതോ, കാഥോഡ് ഈസ് എ പോസിറ്റീവ് പ്ലെയിൻ, ഓക്കേഴ്സ് റിഡക്ഷൻ, നിരോക്സീകരണം നടക്കുന്നു. ഇലക്ട്രോൺ ഫ്ലോയിങ് ഡയറക്ഷൻ ടു ദിസ് ഇലക്ട്രോഡ്, ദാറ്റ് ഈസ് കാഥോഡ്. ഇലക്ട്രോൺ ഫ്ലോയിങ് ഡയറക്ഷൻ, ഇലക്ട്രോൺ പ്രവാഹ ദിശ കാഥോഡിലേക്കായിരിക്കും. ലാസ്റ്റ് വൺ, ഇറ്റ്സ് റിയാക്ടിവിറ്റി ഇസ് വെരി ലോ കമ്പാരിറ്റീവ്ലി ആനോഡ്. ആനോഡിനേക്കാൾ ഇതിന്റെ ക്രിയാശീലത കുറവായിരിക്കും. അപ്പൊ രണ്ട് മെറ്റൽ എടുത്താൽ കാഥോഡ് ഏതാ ആനോഡ് ഏതാ അറിയാൻ നിങ്ങൾക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഈ ഗാൽവനിക് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം മാത്രം. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടുത്തെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കി കാഥോഡ് ആനോട് പറയാം. ഓക്സീകരണമാണോ നിരോക്സീകരണമാണോ നോക്കിയിട്ട് കാഥോഡ് ആനോട് പറയാം. ഇതിന്റെ ഇലക്ട്രോൺ ഫ്ലോയിങ് ഡയറക്ഷൻ അങ്ങോട്ടോ നോക്കിയിട്ട് കാഥോഡ് ആനോട് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിയാക്ടിവിറ്റി നോക്കിയിട്ടും കാഥോഡ് ആനോട് പറയാം. ഇത് ഈ വീഡിയോ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ ഇതുമായിട്ട് ചേർന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്സിഡേഷൻ, പ്രോസസ് ഓഫ് ലോസിംഗ് ഇലക്ട്രോൺ, ഇലക്ട്രോണെ നഷ്ടപ്പെടുന്ന പ്രവർത്തനം. റിഡക്ഷൻ, പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ഇലക്ട്രോൺ, ഇലക്ട്രോണെ സ്വീകരിക്കുന്ന പ്രവർത്തനം. റിഡോക്സ് റിയാക്ഷൻ, ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് നടക്കുന്ന പ്രവർത്തനം. ഇനി ആനോഡിനെയും കാഥോഡിനും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. ആനോഡിന്റെ പ്രോപ്പർട്ടീസ്, കാഥോഡിന്റെ പ്രോപ്പർട്ടീസ്. ഇത്രയും അറിയാമെങ്കിൽ അടുത്ത് വരുന്ന ഭാഗത്ത് ഈസി ആയിട്ട് ഈ ഗാൽവനിക് സെല്ലിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.